ശുദ്ധമായ ഉണക്ക ചെമ്മീൻ, നല്ല ഒറിജിനൽ ഉണക്ക ചെമ്മീനായി മാറിയിട്ടാ. നല്ല മണം, അടിപൊളി. ചെമ്മീൻ ചമ്മന്തി അയ്യോ ഇടി വിട്ട് തുടങ്ങി. ഈ ചെമ്മീൻ ഉണക്കാൻ പറ്റുന്ന അറിയില്ല, നല്ല മഴ പുറത്ത്. അതെ, ഇപ്പൊ നല്ല വെയിലുള്ള കാലമാണ്. ഏറ്റവും നല്ല വെയിലുള്ള കാലത്താണ്, ഈ സമയത്താണ് നമുക്ക് ഉണക്ക ചെമ്മീൻ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുക. ശുദ്ധമായ ഉണക്ക ചെമ്മീൻ. നമ്മൾ വില കുറവിന് ചെമ്മീൻ കിട്ടും. ഇടുക, വില കുറവിന് ചെമ്മീൻ, ചെറിയ ചെമ്മീൻ കിട്ടും കേട്ടോ. ചെറിയ ചെമ്മീൻ കിട്ടുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കനം കൂടി ചെമ്മീൻ പറ്റില്ല. ഞാൻ നമുക്ക് കുറേ നാളത്തേക്ക് നമ്മളെല്ലാം ഓല ഉണക്കാറുണ്ട്. എന്താ വണ്ടൻ ചെമ്മീൻ വാങ്ങിച്ചിട്ട് കാര്യമില്ല. വണ്ടൻ ചെമ്മീൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാംസം കൂടില്ല. മാംസം കൂടുമ്പോൾ ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യില്ല. വളരെ സിമ്പിളാണ് കേട്ടോ ഈ സാധന പരിപാടി. ചെമ്മീൻ നന്നായി കഴുകണം. നമ്മൾ ഒരു 3-4 വട്ടം അടിപൊളിയായിട്ട് കഴുകുക. ചെമ്മീൻ കഴുകുമ്പോൾ ചെളി പുള്ളി മഴ നമുക്ക് എടുത്തിടാം. ഇതിപ്പോൾ കണ്ടമാനുണ്ടെന്ന്, ഇത് 3 കിലോ ആണ് കേട്ടാ. 3 കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഉണക്കുമ്പോൾ വളരെ തുച്ഛമായി എതിരിക്കാണ്ട് പോവും. ഫസ്റ്റ് ഇത് നമ്മൾ ഇതാക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് എത്ര പ്രാവശ്യം കഴുകാൻ പറ്റും അത് കഴുകുക. ഈ വെള്ളത്തിൻ്റെ കളർ ഏകദേശം വെള്ളത്തിൻ്റെ നല്ല കളറാവണ വരെ ഒന്ന് കഴുകുക. നോക്കി എപ്പോഴും നോക്കി അതിൻ്റെ കളർ നോക്കി. രണ്ടാമത് കഴുകാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഇതിൽ ഇട്ട് ഉണക്കാൻ പോകണം കേട്ടോ. ഇത് റെഡി ആയിക്കട്ടെ. പഴുത്തിരിക്കുക സാധനം, ഭയങ്കര വെയിലാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ കൈമിലേ ആര് കയറും. ആരെന്ന് പറഞ്ഞതിൻ്റെ കൊമ്പും കൊമ്പൊക്കെ കയറും. വെള്ളത്തിൻ്റെ കളറ് മാറി മാറി വരുന്നു. അപ്പോൾ നമ്മൾ എത്രാമത്തെ വട്ടം കഴുകണമെന്ന് അറിയുക? 5-ാമത്തെ വട്ടം കഴുകണത്. ഈ 5-ാമത്തെ വട്ടം കഴുകിയിട്ട് വരെ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മാറി മാറി വരണല്ലോ. അപ്പോൾ മനസ്സിലാക്കിയൂടെ നമ്മൾ മറ്റവർക്ക് ശരിക്കും കഴുകൽ കടൽ തീർത്തൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ? കാണിച്ചു അടുത്ത വെള്ളം നോക്കി. ഇതിൻ്റെ ഉള്ളിലേ മണലൊക്കെ ഉണ്ടാവേ, മണ്ണും മണലൊക്കെ ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വലിയെടുക്കാം. നല്ല വലിയ കേട്ടാ. പുതിയ വില വാങ്ങിച്ചതാണ് ഞാൻ. കേട്ടോ, കനം കുറഞ്ഞ ഓട്ട ഇതുള്ളതാണ്. കാക്കകൾ കൊത്താണ്ടിരിക്കാനാണ് ഈ വില വാങ്ങിച്ചു കൊടുത്ത്. ഈ വില ഉണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ചെമ്മീൻ നല്ല വിലയുണ്ട്. ആദ്യം ഈ വല മലർത്തിയിടാം. ഇപ്പം എന്തിനാന്ന് ചോദിക്കൂട്ടാ. ഒരു എളുപ്പപ്പണിക്കാണ്. അല്ല, അത് ചൂടായിട്ട് കാര്യമില്ലല്ലേ. ഈ സാധനം ചൂടാക്കിയിട്ട് ചെമ്മീനടം ഇട്ടു. സ്വല്പം നേരണ്ടേ വെള്ളം മുഴുവനായിട്ട് വാങ്ങുന്നു പോയോളേ. ഇതൊന്നും തുടയ്ക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാങ്ങുന്നു പോയോളൂ. മത്തങ്ങ ഒരു വേണ്ട. ഇത് മത്തങ്ങ ഉണക്കേണ്ടിയാണ്. നല്ല മത്തങ്ങ മുറിച്ചിട്ട് ഇപ്പം അല്ലാണ്ട് അവിടെ നിന്നൊരു 10 കിലോ 1.5 കിലോ വെള്ളം മുഴുവൻ വാങ്ങിപ്പോട്ടെ. അതൊന്നും തുടച്ചിട്ട് നമുക്ക് അമ്മീണ്ട് ഇടാം. അതെ, സരിതിന് സുഖമായിരുന്നു, അതാണ് പിടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഇടേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ ചെമ്മീൻ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞ് അതിന്, അല്ലെങ്കിൽ കാലത്താണെങ്കിൽ ഇപ്പോൾ നല്ല വെയിൽ കാലത്തോട്ടുള്ള കിട്ടിയനെ. ഈ ചെമ്മീൻ ഇടണം. ഈ കാക്കകൾ വരാണ്ടിരിക്കാൻ, കാക്കകൾ തോണ്ടിക്കൊണ്ട് വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ കനം കുറഞ്ഞ ഈ ഓട്ടര ചെറിയ ഓട്ടയായിട്ടുള്ള വല വാങ്ങിച്ചത് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ തെരഞ്ഞേക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലേ കേട്ടോ. നമ്മുടെ ഇത് ചെമ്മീനല്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാം നമുക്ക്. കക്കര ഇതിന് തോട് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കാം, നമുക്ക് വൃത്തിയാക്കാം. ഇനിയിപ്പോൾ ഇപ്പോൾ ഉച്ച തൊട്ടുള്ള വെയിലാണ് ശരിക്കും കിട്ടാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇതാവില്ലേ, എന്നിട്ട് പറയാ, ഉച്ച തൊട്ടുള്ള വെയിലായ കാരണേ ചിലപ്പോൾ ചാർലി വേണിതെന്നോ. ഉച്ച തൊട്ടുള്ള വെയിലായ കാരണേ ചിലപ്പോൾ
ഇത് അത്രയ്ക്കാണ് വലിയില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം എടുത്തിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം. നാളെ അല്ലെങ്കിൽ നാശാവേ 3 കിലോ ചെമ്മീൻ എല്ലാവർക്കും ചെയ്യാവുന്ന പണിയത്. ഉണക്കമീൻ ഉണ്ടാക്കുന്ന പരിപാടി. നമുക്ക് ഈ വല ഇടണം. ഈ വലയില്ലേ, ഈ വല ശരിക്കും പറയണമെങ്കിൽ ഉയർത്തിയിടണം, അല്ലെങ്കിൽ പെശക്ക. ചിലവരിങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു കൊട്ട പോലെ ഒരു സാധനം ഇട്ട് അതിലാണ് വെച്ച് ഉണക്കാൻ വെച്ച് കാണാം ചില വീട്ടുകാർ. താൽക്കാലികമായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഇവിടുത്തെ വില ഇതൊക്കെ വയ്ക്കാം, കമ്പിയൊക്കെ വയ്ക്കാം പൊങ്ങാണ്ടിരിക്കാനായിട്ട്. ഇതിങ്ങനെ താൽക്കാലികമായിട്ട് ഇങ്ങനെ അപ്പുറത്ത് ഓരോന്ന് വയ്ക്കാം, അപ്പുറത്തും വയ്ക്കാം, 2 വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കാക്കൾ എടുത്ത് കൊണ്ടുപോയില്ലെന്ന് വിചാരിക്കുന്നു. കാക്കൾ ഇങ്ങനെ വന്നിട്ട് ഇതുമ്പോൾ വന്നിട്ട് കൊത്തിയെടുത്ത് കൊണ്ടാണെങ്കിൽ ഇതിനെ ഉയർത്തി വയ്ക്കണം. ഈ വലനെ ഉയർത്തി അപ്പുറത്തൊരു തടസ്സമൊക്കെ ആയിട്ട് വയ്ക്കണം. നോക്കിയാൽ കാക്കൾ അങ്ങനെ കാണാല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റത്ത് വല പൊങ്ങില്ല. ഇങ്ങനെ ഉണങ്ങട്ടെ. ഇനി വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വെയിലാറി കഴിഞ്ഞ് ഇതെടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഉണക്കം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വയ്ക്കണ്ട, അല്ലെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല, നാളെ കാലത്തേക്കൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അത്യാവശ്യം ഉണക്കം കിട്ടിയിരിക്കും കേട്ടോ. സമയം വൈകുന്നേരം 6 മണിയായിട്ടാണ്. അപ്പോൾ വെയിലൊക്കെ പോയി. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇപ്പോൾ ഒരു വലിച്ചിൽ പോലും വന്നിട്ടില്ലേ ശരിക്കും. ചെറിയൊരു വലിച്ചിലാണ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചപ്പുണ്ടാകുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. പാത്രത്തിലാക്കിയിട്ടേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കാക്കൾ പോലും വന്നില്ല കേട്ടോ. ഒറ്റ കാക്കൾ പോലും വന്നില്ല. ഇനി നമുക്ക് ഇതാണ്ട് വാരി ഇരിക്കാനിടാം. മറ്റേ പച്ചപ്പുള്ള കാരണം ഈച്ചകൾ വരും. നാളത്തെ വെയിൽ കൊള്ളണം ഓടിയിട്ട് പിന്നെ ഈച്ചയും ഇതൊന്നും വരില്ല കേട്ടാ. ഇങ്ങനെ കോരിയിടുമ്പോൾ കയ്യുമ്മ ഇത് തറയ്ക്കും. ഇനി ഇതേ പാത്രം കൊണ്ട് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കണം കേട്ടോ. ഒരു നാളെ കാലത്ത് എടുക്കാം. നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച സാധനം നമ്മൾ എടുക്കണം കേട്ടോ. എടുത്തു. അതായത് ഇത് ഇന്നലെ കാലത്ത് തൊട്ടിട്ട് തന്നെ വൈകുന്നേരം വരെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചാലും മതി. ഇതിപ്പോൾ ഇല്ലില്ല, ഉറുമ്പൊന്നും വരില്ല. അപ്പോൾ നമ്മൾ മേശ തുടച്ച് വീണ്ടും ഇടണം കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിലിൻ്റെ ഇതുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കുമ്പോൾ എന്താ വെച്ചിട്ടില്ലേ, കയ്യുമ്മ കുത്തി കയറും. അത് നോക്കേണ്ട വരും. ഉണക്ക ചെമ്മീൻ്റെ ചെറിയൊരു മണം വന്ന് തുടങ്ങിയിട്ടാ. 100 ചെമ്മീനൊക്കെ ഇപ്പോൾ എന്ത് വിലൻ്റെ ആകും ഇപ്പോൾ. നമ്മൾ ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചിട്ട് നാൾ കുറയില്ല സരിത. എല്ലാ കൊല്ലം ഇങ്ങനെ ഈ സമയത്ത് ഉണക്കണതാ. നമ്മൾ ഇത് രണ്ടും പുറത്ത് വയ്ക്കണം. അപ്പോൾ കാറ്റത്ത് പറക്കൂല. അണ്ണാറക്കണ്ണന്മാർ ഇതൊന്നും ഇടുന്നില്ല. ഈ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങട്ടെ. ഒരു 3-4 ദിവസം ആക്കി കഴിഞ്ഞാൽ നല്ല പോലെ ഉണങ്ങി പരുവാകും കേട്ടോ. 2-ാം ദിവസം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഞാൻ നേരം വൈകി എടുത്ത് വയ്ക്കാനായിട്ട്. നേരം വൈകി, അത് ഇരുട്ടായി തുടങ്ങി. 7 മണിയെ പറയേ. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നാലും നമുക്ക് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുന്നതാണ് നല്ലത് വൈകുന്നേരം. അപ്പോൾ ഉറുമ്പൊന്നും വരില്ല. ചിലപ്പോൾ ഉറുമ്പൊക്കെ വരിക ചിലപ്പോഴേ കേട്ടോ. ഇങ്ങനെ ചെറുതായി വരാണ് കേട്ടോ സാധനം. ചെറുതായി വരാമെന്ന് പറഞ്ഞാൽ തൂക്കം കുറഞ്ഞ് വരും. സൗണ്ട് കേൾക്കുന്നുണ്ട. ഉണങ്ങനെ പച്ചപ്പ് വിട്ട് തുടങ്ങി. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. കനല്ലേ. ഇപ്പോൾ ഒരു 5-6 ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ല പോലെ ഉണക്കം വന്ന് നല്ല ഉണക്ക ചെമ്മീനായിട്ട് മാറും കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കുക കേട്ടോ. ഫ്രീസറിൽ വയ്ക്കരുത്. ഇനി നാളെ കാലത്ത് എടുക്കാം. അപ്പം 3-ാം ദിവസം നമ്മൾ ഫ്രിഡ്ജിലാണ് ഇന്നലെ വൈകുന്നേരം വെച്ചത് കേട്ടോ. അപ്പം 3-ാം ദിവസം ഫ്രിഡ്ജിൽ നിർത്തു. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം ഉറുമ്പുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കനം കുറഞ്ഞു, ലോഡില്ല ഇപ്പം അതിന്. ഇപ്പോൾ വെറുതെ എങ്ങനെയുണ്ട് ഇടുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. ഒരു 5-6 ദിവസം ആകുമ്പോഴേക്കും ഇത് പാറ്റക്കനാവും. നല്ല വെയിലുള്ളപ്പോൾ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഇപ്പോഴൊക്കെ ചെയ്യാം. ഇപ്പോൾ നല്ല വെയിലാണ്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മഴക്കാലം തുടങ്ങാവോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പോലെ ഉണക്കാൻ പറ്റില്ലോ. അങ്ങനെ കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു 2-3 ദിവസം മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടൊരു കൂട്ടാനൊക്കെ വെച്ച് ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഞ്ഞി കുടിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു വലയിടാം.
ഇത് എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലയാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കകളൊന്നും ഇതുവരെയായിട്ട് വരുന്നില്ല. കാക്കകൾക്ക് ഇതിലേ എന്തോ ഒരു ചതി പോലെ തോന്നുന്നു. ഈ ഇങ്ങനെ ഞങ്ങളെ കുരുക്കിലാക്കാനായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കാക്കകൾ ഇതിലേക്കായിട്ട് വരുന്നില്ല. അതിങ്ങനെ ഇവരെ പറക്കാനായിട്ട് വരുന്നതാണ്. ഇനി വൈകുന്നേരം വീണ്ടും എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം വീണ്ടും ഇവിടെ പോകണമെന്നില്ല. അങ്ങനെ ഒരു 3-4 ദിവസം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വൈകുന്നേരം ആകുമ്പോൾ അകത്തേക്ക് എടുത്ത് വയ്ക്കും. പകലാകുമ്പോൾ ഇതിലിട്ടിട്ട് അങ്ങനെ 7 ദിവസം ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മതി. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഉണങ്ങി നല്ല പരുവായി. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനെ ഇനി ചെപ്പിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ചെപ്പിലാക്കിയിട്ട് എനിക്ക് ഉണങ്ങി പരുവായി നല്ല ഒറിജിനൽ ഉണക്ക ചെമ്മീനായി മാറിയിട്ടാ. പാറ്റ കനായും ഒക്കെ മാറിയിട്ടാ. ഉറുമ്പുകൾ വരുന്നുണ്ട് കണ്ട. നമ്മൾ വെയിലാറിനതിന് മുമ്പ് ഇത് കോരി ഇതെടുക്കണം. അപ്പോൾ ഇതുമത്തെ സ്റ്റീലിൻ്റെ ഈ തകടുമ്പത്തെ ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറുമ്പുകൾ വരും. നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കുറച്ച് ഇതുകൊണ്ട് ചമ്മന്തിപ്പൊടി ഇല്ലേ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ഇതുകൊണ്ട് നല്ല മണം, അടിപൊളി, ഒരു കുഴപ്പമില്ല പോട്ടെ. നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടിയിൽ വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള നമുക്കെടുത്ത് ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത്ര വലിപ്പുള്ള ചെമ്മീൻ നല്ല വില ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ 3 കിലോ ആക്കിയത് ഇപ്പോൾ എന്തോരം തൂക്കണ്ടാവും, നിസ്സാരമായി തൂക്കണ്ടാവുള്ളൂ. ഇപ്പോൾ സരിത ഷോപ്പിലേക്ക് കടയിലേക്ക് പോയേക്കാം. സരിത വന്നിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സരിത കടയിൽ നിന്ന് വന്നു, നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ എടുത്തു കൊണ്ടു. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതുകൊണ്ട് മുഴുവൻ ഉണ്ടാക്കട്ടെ. ഒരു കപ്പ് ചെമ്മീൻ വേണമല്ലേ. അപ്പോൾ ഇത് തലയും പാലും കളയണം. അപ്പോൾ വേഗം പൊടിച്ചെടുത്തോ. ഇത് ഇങ്ങനെ ആക്കി എടുക്കാം അല്ലേ. അരിക്കണത് അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പാറ്റകനാണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാറ്റകനാന്ന്. എനിക്ക് ഈ സാധനത്തിലത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, നിന്റെ ആശങ്ക രേഖപ്പെടുത്തൂ. എൻ്റെ ആശങ്ക ഞാൻ ഇതിലുള്ളത് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, നമ്മൾ സാധാരണ ഈ ഉണക്ക ചെമ്മീനായാലും മറ്റേ ഉണക്കയില പിന്നെ എന്നിട്ടാണ് മാന്തൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുമാതിരി നമ്മൾ വീട്ടിലുണ്ടാക്കാറുള്ളൂ കേട്ടോ. പരമാവധി വാങ്ങിക്കാറില്ല. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ പൊടിയായിട്ടുള്ള സാധനമില്ല, അത്രയും ചെറുത്, അതാണ് നമ്മൾ ഇങ്ങനെ നല്ല വില കുറവിൽ കിട്ടും. അതാണ് ഈ വേനൽക്കാലത്ത് അങ്ങനെ കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി നന്നായിട്ട് അതിൽ മണലുണ്ടാവും. അപ്പം നന്നായിട്ട് അത് കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് ഉണക്കാറുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും വലുത്. ഈ വലുത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഇതാണ്. ഇതിൽ അഴുക്ക് ഉണ്ടാവും നന്നായി. ഈ അഴുക്കൊന്നും നമ്മൾ കളയാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ പുറത്തൊരു ഇതുണ്ടാവില്ലേ, നമ്മൾ വലിച്ചു കളയുന്ന സാധനം, അതൊന്നും നമുക്ക് കളയാൻ പറ്റണില്ല. അപ്പം ഇതെങ്ങനെയാവും ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അതായത് ചെമ്മീൻ എത്ര ടൈപ്പ് ചെമ്മീൻ ഉണ്ടെന്നറിയോ? ഉണക്ക ചെമ്മീൻ വലിയതുണ്ട്, ഇതിനേക്കാളും വണ്ടൻ ചെമ്മീനുകൾ. തൃശ്ശൂർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 5-10 തരം കുഞ്ഞി തൊട്ടിട്ട് ഇങ്ങോട്ട് വലുതായി അങ്ങോട്ട് പോരും. വലുതാന് കാശ് കൂടുതലാണ്, വില കൂടുതലാണ്. ഈ തല എടുക്കാൻ പറ്റില്ല എന്ന് മാത്രം ഇതിൻ്റെ ആകുമ്പോൾ. തലയൊന്നും എടുക്കില്ല, തലയിൽ അഴുക്കുണ്ട്, കറുപ്പ കളറുണ്ട്. ഇപ്പം നല്ല വൃത്തിയുണ്ടല്ലോ. ഇത് കളയുമ്പോൾ പിന്നെ വൃത്തിയാ തല കളഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട് ഇല്ല ശരിക്കും സത്യത്തിൽ എന്നെനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് തന്നിട്ടുള്ള നമ്മുടെ കൂട്ടുകാരനാ, അവന് മീനിൻ്റെ ഇതാണ് കുട്ടല്ലൂരേ. അപ്പോൾ അവനെ ഈ നമുക്ക് ഈ ഉണക്കാനുള്ള ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടു വന്നത്. കൈകൾ കൂട്ടിയിടിക്കുന്നു. ഒരു കപ്പാ പറയുന്ന നോക്കിയാൽ വേണ്ട, ഇങ്ങനെ ആക്കി തരുന്ന കണ്ട. ഒരു കപ്പ് കറക്റ്റ് വേണ്ട? അല്ല, എന്തോരം വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ല, നമുക്കിപ്പോൾ ഒരു കപ്പ് മതി അല്ലേ എന്നറിയുന്നവരാ. ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇടിവെട്ടുണ്ട് കേട്ടാ. അവരെന്തോ കണ്ടിട്ടുണ്ട്. നക്ഷത്രങ്ങളൊന്നും കാണാനില്ല, ആകാശം മുഴുവൻ മേഘാവൃതമാണ്. അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യായിരിക്കും. ചിലപ്പോഴല്ലെന്ന് വൈകുന്നേരം മഴ അലക്കും. മഴ പെയ്യാണെങ്കിൽ ഒരു തണുത്ത കാറ്റുണ്ടാവാറുണ്ട്, അത് ഇല്ല. അത് വരാൻ പോകണല്ലോ. അതൊരു കപ്പാകട്ടെ കേട്ടാ. നമ്മൾ ഒരു കപ്പ് എടുത്തു കേട്ടാ.
1 കപ്പ്. ഇത് കഴുകി കൊണ്ടുവരണം കേട്ടോ, കഴുകി കൊണ്ടുവരാം. ആയി നല്ല കാലാവസ്ഥ, നല്ല ഇളം കാറ്റ് വന്നു തുടങ്ങി. ചേട്ടൻ എന്തി തെങ്ങിന്റെ കടക്കൽ എന്നെ കൊണ്ടിട്ടേക്കണേ? ഏതാ ഈ മേശ? ഞാനാ മഴ എനിക്ക് നാളെ വീണ സ്ഥലം. ഇല്ലില്ല. എത്ര വട്ടം കഴുകണം? 2-3 വട്ടം കഴുകാം. അതെ, കഴുകി വേണം കേട്ടോ നന്നായിട്ട്, അടിപൊളിയില്ലേ. അപ്പോൾ നമ്മൾ തെങ്ങിന്റെ കടക്കൽ എന്നെ കൊണ്ടിട്ടേക്കാം മേശ. ഒരൊറ്റ സ്ഥലം വേറെ ഇല്ലാത്ത പോലെയുണ്ട്. ഇത് വറക്കാൻ പോകണം കേട്ടോ. ഏത് ചെമ്മീൻ ആദ്യം വറക്കണം നമുക്ക്. പാത്രം അടുപ്പത്ത് വെച്ചു. ഇത് ചെമ്മീൻ അല്ല ഈ പറയുന്നത് ഇതിൻ്റെ പേര് ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി. അയ്യോ, ഇടിവിട്ട് തുടങ്ങി. ചെമ്മീൻ ചമ്മന്തി കണ്ടമാനം പേരുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അളവ് കണക്കിലാക്കുമ്പോൾ നമുക്ക് ഇപ്പോഴേ മാറാം. അല്ല, ഇതൊന്ന് വറക്കാം. ഷാഞ്ചിയോരെ ഇത് സമാധാനമായിട്ട് അപ്പം അവിടെ ഇരുന്നിട്ടാണ് ചെയ്യാം. വേണേ പറയണ കേട്ടതേ മഴ തൂളി തുടങ്ങി. ഇല്ല, ഇത് പെട്ടെന്ന് കഴിയും. ഇത് കഴിയില്ല പെട്ടെന്ന്. ഇത് വറവാവണം, വെളിച്ചെണ്ണയിലല്ല. ദൈവമേ, മഴ തൂളി തുടങ്ങി. അതിന് പറഞ്ഞേ, ഒന്നുകിൽ കുടിലേക്ക് പോവാം അല്ലെങ്കിൽ കൂടാരത്തിലേക്ക് പോവാം. അതേ, അവിടെ ലൈറ്റും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കുറേ സമയം പിടിക്കും. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇത് പിടിച്ചോ, നേരെ അടുക്കളയിലേക്ക് പോവാം. നല്ല മഴയേ. ഞങ്ങൾ ഇന്ന സ്ഥലം കണ്ട എന്തൊരു ഭംഗിയല്ലേ മഴ, കാക്കറക്കാണ് മഴ. നമ്മൾ അടുക്കളയിലേക്ക് വന്നു കേട്ടാ. പുറത്തേക്ക് കിടക്കാൻ പറ്റില്ലേ, മഴ ഭാഗ്യം. ഞങ്ങൾ കേറി എന്റെ പിന്നെ നല്ല ഗംഭീര മഴ, കാറ്റും മഴയും. വേനൽ മഴ കലക്കനായില്ലേ. അപ്പൊ ആദ്യം നമ്മൾ ചെമ്മീൻ വറക്കാൻ പോകണം കേട്ടാ. ഇതിപ്പോഴേ നമ്മള് മുന്നേ ഉണ്ടാക്കണത് തീരുമാനിക്കുകയാണെങ്കിലേ രാവിലെ തന്നെ ഇതൊക്കെ കളഞ്ഞ് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കായിരുന്നു. അപ്പൊ പെട്ടെന്നായി. ഇതിപ്പോ ഈ വെള്ളം നനവോട് കൂടിയിട്ടാണ് നമ്മൾ വറക്കാൻ പോണേ. വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. കൂടുതൽ നാളത്തേക്ക് നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് ചെയ്യണേ കേട്ടാ. വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം, നാളെയൊക്കെ ചെയ്യണതല്ലേ, കാറിൽ വരും. വെളിച്ചെണ്ണ ഒഴിക്കണില്ല, വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് ഇത് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കാൻ പോണേ. വേപ്പില പിടിച്ചിട്ടില്ലേ മോനെ? വേപ്പില കൂട്ടില്ല, മഴ മാറട്ടെ. വേപ്പില വെള്ളത്തിൻ്റെ ഇതുണ്ടോ? അങ്ങനെ ചെമ്മീൻ വറുച്ചട്ടിയിലായി. മനുഷ്യന് ഓരോ സാധനം ഉണ്ടാക്കണണ്ട. എനിക്കുണ്ട് അതിങ്ങനെ കറുത്ത ഇത് കാണുമ്പോഴേ. ഇത് ഓണാക്കിയില്ലെങ്കിൽ ഇവിടെ മുഴുവൻ മണമായിരിക്കും. നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടേ ഇതാക്കി കഴിഞ്ഞാലാണെങ്കിൽ സൗണ്ട് ഭയങ്കരമായിരിക്കും. ഞാൻ ഇടട്ടത് ഇപ്പം വേണ്ട, കുറച്ച് ഇത് മതിയോ. അടിപൊളി ചെമ്മീനയിലോ ഉണ്ടാകും. ഇത് മതിട്ടാ. ഇത് കഴുകിയ ചെമ്മീനായ കാരണം കൊണ്ട് ഈ പാത്രം കണ്ട ഈ കളറായത്. അല്ല വെച്ചെങ്കിൽ ഈ പാത്രത്തിനൊന്നും സംഭവിച്ചില്ല. ഈ കരിഞ്ഞ പോലെ പൊടികൾ എടുക്കണതിന്റെ കാല് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയതാ. അത് കളഞ്ഞിട്ട് എടുക്കണം കേട്ടാ, കളഞ്ഞിട്ട് എടുക്കണം. ഇത് കഴുകിയിട്ട് ഇനി ചെയ്താൽ പറയണേ. ഇത് കഴുകിയിട്ട് അടുത്ത സാധനങ്ങൾ വറക്കാം. ചൂടാറണം. അല്ല, കാലിന് കീലിയൊക്കെ പോയിട്ടാ, കരിയൊക്കെ പോയി. നമ്മളീ പാത്രം കഴുകി വീണ്ടും അടുപ്പത്ത് വെച്ചു കേട്ടാ. ഇതിലേക്ക് ഒരു 10-12 വറ്റൽമുളക് ഇതായിട്ടാ. പാത്രം കൊണ്ട് കിടക്കാൻ മൊത്തം നല്ലത്. ഇനി നാളികേരം. ഇനി നാളികേരം ചെറിയിട്ടാ. അത് 2 കപ്പ് നാളികേരാണ് കേട്ടാ. ഇതിലേക്ക് വെളിച്ച ഈ പുളിയിടേണ്ടത് ഇപ്പോൾ പുളി ഇടുക. ഇടാ ഇപ്പോഴല്ല, കുറച്ച് പുള്ളിയുണ്ട്. ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കേട്ടാ, 3-4 കതിരില്ലേ, കണ്ടിടണ ഇറക്കി. പിന്നെ ഇതിലേക്ക് പുളി ചേർക്കണം കണ്ടാ. ഇങ്ങനത്തെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി, അതിന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇടാം. കോൽപ്പുളിട്ടാ. കുരുവില്ലല്ലോ? കുരുവില്ല. കുരുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അല്ല, കുരുവില്ലേ. ഇതിൻ്റെ ഞെട്ട് കളഞ്ഞ് വെക്കില്ല. ഞെട്ട് നമുക്ക് ആവശ്യമില്ല.
ഞെട്ട് കളയാണ്ടത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ അത് അതിൻ്റെ ഉള്ളിൽ പൊട്ടി ഇളക്കുമ്പോഴേ പൊട്ടി കുരുക്കൾ അതിൽ വീണ് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാക്കുന്നത് കേട്ടോ. വറയത് വറയി ഇത് നാളികേരം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാക്കിയിരുന്ന വെച്ചെങ്കിൽ ഇപ്പം അതായി ഉണ്ടാവും. എല്ലാം ചെറുതായി ഇതിപ്പോൾ പൊടി പൊടിയായിട്ട് ചെരുക്കിയപ്പോൾ വന്നതില്ലേ അതായി. വലുതിൽ എടുക്കണതാണ് ആവാത്ത. നമ്മുടെ നാളികേരം വറവായിട്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ അരിക്ക് നിന്നിടുന്നു. എന്ത് പിന്നെ നമ്മുടെ ഈ മിളക് കുറവ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ഒരഭിപ്രായം പറയാൻ വന്നോളൂ കേട്ടാ. ഈ ഓഫ് ചെയ്തു കേട്ടോ. ഇത് ചൂടാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതിലാകുമ്പോൾ വേഗം ചൂടാറിയിടും. അങ്ങനെ മനോഹരമായിട്ടുള്ള നമ്മുടെ സാധനം ശരിയായിട്ടാ. സാധനം ശരിയായിട്ടൊന്നും പൊടിക്കണ്ടേ? ചൂടാറട്ടെ. അതവിടെ എടുത്ത് വെക്കും. ഫാനിടാം. പറന്നു പോവോ? നമ്മൾ മിക്സിയിൽ ചാറെടുത്തു. ഇത് ചൂടാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പൊടിക്കാം. പറഞ്ഞ പ്ലേറ്റിലായ കാരണം ഇടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിട്ടാണ്. ഇതിൽ ചെമ്മീൻ നമുക്ക് എന്തോരം വേണമെങ്കിലാക്കാട്ടാ. ചെമ്മീൻ കൂടുതൽ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഒരളവിലാണ്ട് എടുത്തു എന്ന് മാത്രം. ജഗ് പറയുന്നത് ചെമ്മീൻ കുറവാണ്. പിന്നെ ഇത് വലിയ ചെമ്മീനാണല്ലോ. ഇനി നമ്മളിതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഇതേവിടെ കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ വെച്ചിട്ട് അതിൽ ഞാൻ പൊടിക്കാൻ പോണ്. മതിയാ? ആ കറണ്ട് പോയി. അതുകൊണ്ട് ഞാൻ ലൈറ്റ് വെച്ചിട്ട് പൊടിക്കാൻ പോവാന്നല്ലേ. എന്നിട്ട് പറഞ്ഞു ചേട്ടൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊടിഞ്ഞു ചെറുതായിട്ട് കടിക്കണം കേട്ടോ, അല്ലെങ്കിൽ രസമല്ലേ. ആ ചെമ്മീൻ പൊടിയല്ലേ? അല്ല ചമ്മന്തിപ്പൊടിയല്ലേ? ഭയങ്കരമായിട്ട് പൊടിയരുത്. എനിക്കുണ്ട്. നോക്കി നോക്ക്, ടേസ്റ്റ് നോക്കി നോക്കിയ ഉപ്പൊക്കെ പാകല്ലേ നോക്കിയ. അത് ഇങ്ങനത്തെ പൊടിയായിട്ട് മാറിയിട്ട് കേട്ടാ. ഒരു പൊട്ട് നിട്ട് കഴിച്ചോട്ടെ. നല്ല രസം. ചെമ്മീൻ ചമ്മന്തിയിലാണ് കഴിച്ചു നോക്കടാ. നല്ല രസം. ഉപ്പ് ഇത്ര മതിയില്ല തോന്നണേ. ചെമ്മീൻ്റെ ടേസ്റ്റ് ഇല്ലേ? ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ചെമ്മീൻ എന്ന് വെച്ചാൽ വറുത്ത് പൊടിച്ച് ചേർക്കാം. നല്ല രസമുണ്ട്. നീ കഴിച്ചു നോക്കി ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ട്. ഉപ്പ് ഇത്രയ്ക്കിനും മതി. വല്ലാണ്ട് ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ഇത് മുന്നിക്കുന്നത് എരിവ് പുളി ഉപ്പ് ഒക്കെ ഉണ്ട്. ചെമ്മീൻ്റെ മണം ഉണ്ടല്ലോ. ആ ടേസ്റ്റില്ലെന്നാ. എനിക്ക് എവിടുത്തുകാരനാ ജഗുൻ ചോറ് എടുക്കട്ടാ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇതിലേക്ക് ചെരിയുന്നു കേട്ടാ. ഓ ഒരു ചെമ്മീൻ പൊടിഞ്ഞിട്ട് ചെറുതേ അതാണ് ചെമ്മീൻ്റെ ഒരെണ്ണമല്ലോ. ഒരെണ്ണം അടിപൊളി. ജഗുവിൻ്റെ ചോറ് എടുത്തോണ. ഇത് ജഗു ചോറിനാൻ പോണ വൈകുന്നേരം നേരത്തേക്ക്. അപ്പോൾ പിന്നെ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് ചോറിനാം. തുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാട്ടായില്ലേ ഞാൻ കഴിക്കുമ്പോൾ ചിക്കൻ കറി എടുക്കണ്ട. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ സൂക്ഷിച്ചതിന് സരിത്താ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണല്ലേ? ആ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. ഒരു വെള്ളം നനവില്ലാത്തൊരു ചെപ്പിലാക്കി അടച്ച്. പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ വേണ്ടിയിട്ട് നല്ല രസമാണ്. അടിപൊളി സാധനം കേട്ടോ നമ്മുടെ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ചെമ്മീൻ ഉണക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല മഴ പുറത്ത്. വേനൽക്കാലത്തിന് നോക്കിയാൽ മതി. ചെമ്മീൻ കുഞ്ഞി ചെമ്മീൻ കിട്ടുമ്പോൾ വാങ്ങിച്ച് നന്നായി കഴുകി വാരി ഉണക്കാം. അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് എടുത്താടാ. നമുക്ക് ഈ സ്റ്റീലിന്റെ ഷീറ്റുള്ള കാരണം കൊണ്ടാണ് നമുക്ക് നന്നായി ഉണങ്ങി കിട്ടണേ. മൊരിഞ്ഞു കിട്ടും. ആ സ്റ്റീൽ അങ്ങോട്ട് പഴുക്കും വെയിലോണ്ടേ. നമ്മുടെ സ്റ്റീലിന്റെ ടേബിളില്ലേ, അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ നന്നായി ഉണക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് എവിടെ ഇട്ടിട്ട് ഉണക്കുക, എന്തെങ്കിലും ടാർപ്പായാലോ വല്ല ഇങ്ങനെ വെച്ചാൽ ഉണങ്ങി കിട്ടില്ല. ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ. അപ്പോൾ നിർത്താട്ടാ. അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്ത് പറ്റിയില്ലെങ്കിൽ അടുത്ത വേനൽക്കാലത്ത് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ നിർത്താം നമുക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.